ഈ സംസ്ഥാന സർക്കാർ നരേന്ദ്രമോദിയെ ശരിക്കും ആക്ഷേപിച്ചിരിക്കുകയാണോ എന്നൊരു സംശയമുണ്ട്. കാരണം അദ്ദേഹം വന്ന് നടത്തിയ ഒരു ഉദ്ഘാടന ചടങ്ങിൽ അതിന് ബദലായിട്ട് പ്രതീകാത്മകമായിട്ട് ഇവിടുത്തെ പൊതുമരാമത്ത് മന്ത്രി റിയാസിൻ്റെ നേതൃത്വത്തിൽ മറ്റൊരെണ്ണം നടക്കുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അധിക്ഷേപിക്കുന്നതിന് തുല്യമല്ലേ ഇത്? ഇതിനകത്ത് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ തലപ്പാടി ചെങ്ങളം റോഡിൻ്റെ ഉദ്ഘാടനം ഒരു പ്രശ്നമല്ല. അതിനകത്ത് മുഹമ്മദ് റിയാസിനെ വിളിച്ചതോ വിളിക്കാത്തതോ പ്രശ്നമല്ല. സംസ്ഥാന സർക്കാരിന് അത്തരത്തിലൊരു പ്രതിഷേധവുമില്ല. പിന്നെ എന്തിനാണെന്ന് ചോദിച്ചാൽ കഴിഞ്ഞ തവണത്തെ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിലും അത് കഴിഞ്ഞ് വന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിലും ഇടതുമുന്നണിക്ക് ഒരു കാര്യം മനസ്സിലായി: മുസ്ലിമിൻ്റെ വോട്ട് ഒരു തരിമ്പ് പോലും തങ്ങൾക്കിപ്പോൾ കിട്ടുന്നില്ല എന്നുള്ള അവസ്ഥയിലെത്തിയിരിക്കുന്നു. ക്രിസ്ത്യൻ വോട്ടുകളും വളരെയധികം കുറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇത് തിരിച്ചു പിടിക്കാൻ എന്താണ് മാർഗം? മുസ്ലിം വോട്ട് കുറഞ്ഞതിൻ്റെ പ്രധാന കാരണം BJPയുമായി ചേരുന്നു. അവിടെ ഡൽഹിയിൽ ചെന്ന് അവിഹിത ബന്ധം, നരേന്ദ്രമോദിയെ കാണുന്നു, അമിത്ഷായെ കാണുന്നു, ചായ കുടിക്കുന്നു, കാര്യങ്ങൾ സെറ്റിൽ ചെയ്യുന്നു, തിരിച്ച് ഇവിടെ വരുന്നു. അപ്പോൾ ഇവർ തമ്മിൽ CJP എന്ന രാഹുൽ ഗാന്ധിയുടെ ആ സ്ലോഗൻ ഇവിടെ നിലനിൽക്കുന്നു എന്നുള്ളതാണ് പ്രധാനം. അടുത്ത ഇലക്ഷനിലും രാഹുൽ ഗാന്ധി പറഞ്ഞു കഴിഞ്ഞു CJP. അപ്പോൾ അത് ഇനിയും ഇവിടെ വരും. പിന്നെ വലിയ പ്രശ്നം CPM ഉണ്ടാകാൻ പോവുകയാണ്. കാരണം CPMൻ്റെ വിജയത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് ഹിന്ദു വോട്ടുകളാണെങ്കിലും അതിൻ്റെ മേമ്പൊടി എന്ന് പറയുന്നത് ക്രിസ്ത്യൻ മുസ്ലിം വോട്ടുകൾ തന്നെയാണ്. അതും കൂടെ കിട്ടിയാലേ ഇവിടെ വിജയിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പിന്നെ BJP എന്നെ ഇവിടെ തൂത്തു പറിക്കാനേ. അവർക്ക് 140 മണ്ഡലത്തിലും 10,000-ൽ വോട്ട് കിട്ടുന്ന ഒരു സംവിധാനത്തിലേക്ക് ഇപ്പോൾ എത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും അവർക്ക് താഴെത്തട്ടിൽ 140 മണ്ഡലത്തിലും ഓഫീസും സംവിധാനവും ഉണ്ട്. എന്തുകൊണ്ട് വിജയിക്കുന്നില്ല? ക്രിസ്ത്യൻ വോട്ടുകൾ, മുസ്ലിം വോട്ടുകൾ കേരളത്തിൽ പ്രധാനപ്പെട്ടതാണ്. CPMന് അത് നല്ലപോലെ കിട്ടിക്കൊണ്ടിരുന്നതാണ്. പക്ഷേ ഇപ്പം അബദ്ധം പറ്റിയിരിക്കുന്നു. അത് തിരിച്ചു പിടിക്കാൻ ഉള്ള മാർഗമാണ്, ഏറ്റവും എളുപ്പ മാർഗം എന്താണ്? കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് പ്രത്യേകിച്ച് നരേന്ദ്രമോദിയോട് എതിർത്താൽ ഒരു കയ്യടി അവിടെ കിട്ടും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. കേരളത്തിൽ മാത്രമുള്ളൊരു പ്രത്യേകതയാണ്. മറ്റ് പല സംസ്ഥാനങ്ങളിലും മുസ്ലിങ്ങൾക്ക് അങ്ങനെ ഒരു ചിന്ത ഇത്രയധികമില്ല. കേരളത്തിൽ പക്ഷേ നരേന്ദ്രമോദിയെ BJP എതിർത്താലും പോരാ, നരേന്ദ്രമോദിയെ എതിർക്കുക എന്നുള്ളതാണ്. അപ്പം നരേന്ദ്രമോദിയെ എതിർക്കാൻ ആര് വരുന്നോ അവർക്ക് ചിലപ്പോൾ ഒരു സിമ്പതി മുസ്ലിം വോട്ടർമാർക്കിടയിൽ ഉണ്ടായാൽ അടുത്ത ഇലക്ഷൻ്റെ ഗുണമാകും. അല്ലാതെ അവിടെ റോഡുമില്ല, പാലവും ഇല്ല, ഓടയില്ല, ഒന്നുമില്ല. കാരണം പ്രധാനമന്ത്രിയാണ് വന്നിട്ട് ഇപ്പോൾ തലപ്പാടി ചെങ്ങളം റോഡ് ഉദ്ഘാടനം ചെയ്തത്. ദേശീയ പാതയാണ്. അവിടെ മുഖ്യമന്ത്രിയെ വിളിച്ചിട്ടുണ്ട്. കേന്ദ്രത്തിൽ നിന്ന് പ്രധാനമന്ത്രി, കേരളത്തിൽ നിന്ന് മുഖ്യമന്ത്രി. അപ്പോൾ രണ്ട് സംസ്ഥാനവും കേന്ദ്രവും ചേർന്നുള്ള പദ്ധതിയാണ്. അതുകൊണ്ട് രണ്ടുപേരെയും വിളിച്ചിട്ടുണ്ട്. പക്ഷേ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി ഇല്ല. കേന്ദ്രത്തിന്റെ ഈ പരിപാടി മുഴുവൻ നടപ്പിലാക്കിയതിന്റെ ബ്രെയിൻ എന്ന് പറയുന്നത് നിതിൻ ഗഡ്കരിയാണ്. അദ്ദേഹവും ഇല്ല, ഇവിടുത്തെ മന്ത്രിയും ഇല്ല. ഇനി ഒരു പക്ഷേ സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടിരുന്നെങ്കിൽ അതും അനുവദിച്ചേനെ എന്നാണ് അവർ പറഞ്ഞത്. ഞങ്ങളുടെ മന്ത്രിയെ കൂടെ ഉൾപ്പെടുത്തണമെന്ന്, പ്രധാനമന്ത്രിയുടെ പരിപാടിയിൽ ഉൾപ്പെടുത്തണമെന്ന് ഉൾപ്പെടുത്തിയേനെ. രാജേഷ് പറയുന്നുണ്ട് രാജേഷിനെയും അധിക്ഷേപിച്ചെന്ന്. അല്ല, അധിക്ഷേപം എന്ന് പറയുന്നത് പ്രധാനമന്ത്രിയോട് അടുത്തിരിക്കാൻ പറ്റിയില്ല എന്നുള്ളതല്ലേ അധിക്ഷേപം. അടുത്തിരിക്കണമെന്നുണ്ട്. ഉണ്ട്. അപ്പൊ ആ അധിക്ഷേപമാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇതിൽ അധിക്ഷേപമൊന്നുമില്ല. ഇതിൽ ഒറ്റ കാര്യമേ ഉള്ളൂ. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിൽ വ്യക്തമായിട്ട് മനസ്സിലായി. പാർലമെന്റ് ആയാലും തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിലായാലും നല്ല രീതിയിൽ മനസ്സിലായിട്ടുണ്ട്. മലപ്പുറത്ത് 0 സീറ്റ്, അതുപോലെ തന്നെ വയനാട് 0, എറണാകുളത്ത് പറ്റപ്പറ്റെ, കോഴിക്കോട് അറ്റപ്പറ്റെ, പിന്നെ കിട്ടിയിരിക്കുന്നത് ഇടുക്കിയിൽ 0, പത്തനംതിട്ട 0, കോട്ടയത്തും കണ്ണു തള്ളിക്കൊണ്ട്. അപ്പോൾ 7 ജില്ലകളിൽ ന്യൂനപക്ഷ വോട്ടുകൾ തകർന്ന് തരിപ്പണമായിരിക്കുന്നു ഇടതുപക്ഷത്തിനെ സംബന്ധിച്ചിടത്തോളം. അത് തിരിച്ചു പിടിക്കണമെങ്കിൽ ഒന്നുകിൽ നെതന്യാഹുവിനെ ചീത്ത വിളിക്കണം, അത് ഇപ്പോൾ അത്ര ഏക്കില്ല, അല്ലെങ്കിൽ നരേന്ദ്രമോദിയെ. ഈ ഇലക്ഷനിൽ ഏറ്റവും പറ്റിയ ആൾ നരേന്ദ്രമോദിയാണ്. നരേന്ദ്രമോദി നരാധിപൻ എന്ന് പറഞ്ഞ് തുടങ്ങുന്നതായിരിക്കും നല്ലത്. അപ്പോൾ കുറേ കൂടെ വോട്ടുകൾ കിട്ടുമെന്നുള്ളതാണ് ധാരണ. പക്ഷേ ഇതിപ്പോൾ പിക്ചർ മാറിപ്പോയിരിക്കുന്നു. മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും മനസ്സിലായി ഇവിടെ അഡ്ജസ്റ്റ്മെൻറ്റ് രാഷ്ട്രീയം പലപ്പോഴും ഇവിടെ ഇങ്ങനെ കളിക്കുന്നുണ്ട് കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ. അത് രാഹുൽ ഗാന്ധി ഇവിടെ വന്ന് പറഞ്ഞു.
എനിക്കെതിരെ 36 കേസുകൾ ചാർജ് ചെയ്തിരിക്കുന്നു. എന്നെ 10-15 തവണ ED വന്ന് വിളിച്ചു, NIA വന്ന് വിളിച്ചു, CBI വന്ന് വിളിച്ചു, എൻക്വയറി ബഹളം. കേരളത്തിലെ മുഖ്യമന്ത്രിയെ ഒരു തവണ പോലും വിളിച്ച് ഒരു എൻക്വയറി നടത്തിയിട്ടില്ല. എന്തുകൊണ്ട്? അദ്ദേഹത്തിൻ്റെ മകളെ വിളിച്ചൊരു എൻക്വയറി നടത്തിയിട്ടില്ല. എന്തുകൊണ്ട്? എന്നെ മാത്രം ഇങ്ങനെയിട്ട് ക്രൂശിക്കുന്നുവെന്ന് അദ്ദേഹം രാഹുൽ ഗാന്ധി ഇവിടെ ഒന്ന് ചോദിച്ചു. ആ ചോദ്യം CJPയിൽ അവസാനം കൊണ്ട് അദ്ദേഹം നിർത്തി. ഇത് എന്തുകൊണ്ടാണ്? CJP ഇവിടെ നിലനിൽക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ ഒന്നാമത്തേത് CJP എന്നൊരെണ്ണം ഇല്ല എന്ന് കാണിക്കണം. പിന്നെ രണ്ടാമത് നരേന്ദ്രമോദി ഞങ്ങളുടെ ഏറ്റവും വലിയ ശത്രുവാണെന്ന് തെളിയിക്കാനുള്ള ഒരു അവസരമായിട്ട് ഇതിനെ മാറ്റണം എന്നുള്ള രാഷ്ട്രീയ തന്ത്രമാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. അത് എത്രത്തോളം വിജയിക്കുമെന്നുള്ളത് അടുത്ത ഇലക്ഷനിൽ നമുക്ക് കാണാം. കാരണം ഇനിയിപ്പോൾ പെട്ടെന്ന് നമ്മൾ ഒരു ഗിമ്മിക്കുകൊണ്ട് നമ്മൾ കണ്ടതാണ് അയ്യപ്പ സംഗമം, അത് കഴിഞ്ഞിട്ട് പാലസ്തീൻ ഐക്യദാർഢ്യം. ഇതുപോലെ മൂന്നാമത്തെ ഒരു ഗിമ്മിക്കായിട്ട് ഇത് ജനം കാണുകയുള്ളൂ, പ്രത്യേകിച്ച് മുസ്ലിങ്ങൾ കാണുകയുള്ളൂ. കാരണം കോണി ചിഹ്നം ഉണ്ടെങ്കിൽ അവിടെ വോട്ട് ചെയ്യുള്ളൂ, കൈപ്പത്തി ഉണ്ടെങ്കിൽ അവിടെ വോട്ട് ചെയ്യുള്ളൂ എന്നുള്ളത് മുസ്ലിങ്ങൾ ഏതാണ്ട് തീരുമാനിച്ചു കഴിഞ്ഞു. അപ്പൊ അവരെ ഭിന്നിപ്പിക്കാൻ കഴിയില്ല. ഇപ്പോൾ ഈ ഒരു നരേന്ദ്രമോദി വിരോധം ഒരു ഷോ നടത്തിയതുകൊണ്ട് അതിൽ ഭിന്നിപ്പിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. ഇത് ഒരുപക്ഷെ ചിലപ്പോൾ വീണ ജോർജിന്റെ നാടകം പോലെ റിയാസിന്റെ മറ്റൊരു നാടകമായിട്ട് ഇത് അധപ്പതിച്ചേക്കാം എന്നുള്ളതാണ് വരാൻ പറ്റുന്ന കാരണം. പിന്നെ വേറൊരു ഗുണമുണ്ട്, ഇവിടുത്തെ കേരളത്തിലെ ചാനലുകൾ ഇതിനെ അത്ര അധികം പറയില്ല. കാരണം നരേന്ദ്രമോദി എതിർക്കുന്നുണ്ട്, അവരും ചിലപ്പം ഇതൊന്ന് ഹൈലൈറ്റ് ചെയ്ത് വിട്ടേക്കും. പക്ഷെ അതുകൊണ്ട് വോട്ട് മാറില്ല. ചിലപ്പോൾ കുറച്ച് പേര് ചിരിച്ചേക്കാം, കൈയടിച്ചേക്കാം. ഇടത് മുന്നണിക്ക് വോട്ടായിട്ട് പോയില്ലെങ്കിലും മുസ്ലിങ്ങളിൽ കുറേ പേര് കൈയടിച്ചേക്കാം. കൊള്ളാം, അങ്ങനെ രണ്ടെണ്ണം കൂട്. അതുപോലെ തന്നെ ക്രിസ്ത്യൻ വിഭാഗത്തിൽ ഒരു വിഭാഗം പറഞ്ഞു കാണും, കൊള്ളാം. പിന്നെ കുറച്ച് ഇടതുപക്ഷക്കാർക്ക് ഈ ഇപ്പം അടിത്തട്ടിൽ എന്തെങ്കിലുമൊക്കെ ബന്ധമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മുകളിൽ നിന്നും ചില നീക്കുപോക്കുകളൊക്കെ മുമ്പ് നടന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ഒരു വിഷമം നിൽക്കുന്ന കുറച്ച് പേർക്കും ഗുണം ചെയ്തേക്കാം. പക്ഷേ ഇത് അടിസ്ഥാനപരമായിട്ട് മുസ്ലിം വോട്ടുകളെ 1% പോലും കോണിയിൽ നിന്നോ കൈപ്പത്തിയിൽ നിന്നോ മാറ്റാൻ ഇത് ഉപകരിക്കില്ല. ഞാൻ അതിനിടയ്ക്ക് ചോദിക്കട്ടെ, ഇതിനകത്തൊരു സാങ്കേതിക പ്രശ്നം, അതായത് ഈ ഉദ്ഘാടന ചടങ്ങിൽ ഈ സംസ്ഥാന സർക്കാരിനെ പ്രതിനിധീകരിക്കാൻ ആരും വേണമെന്ന് ഇല്ലേ? ഉണ്ടല്ലോ, മുഖ്യമന്ത്രി ഉണ്ടല്ലോ. വന്നില്ലല്ലോ. അത് വരാത്തതിന് ഇപ്പം എന്ത് ചെയ്യാനാ? അല്ല വരാതിരുന്നു കഴിഞ്ഞാലും അത് ഒരു 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 എന്താ കൃത്യവിലോപമായിട്ടല്ലേ? കൃത്യവിലോപമായിട്ടോ പ്രോട്ടോകോൾ ലംഘനമായിട്ടോ ഒക്കെ വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. പക്ഷെ അതൊക്കെ പിന്നെ ബംഗാളിൽ നമ്മൾ കണ്ടില്ലേ, പ്രസിഡന്റ് അവിടെ വന്നപ്പം മുഖ്യമന്ത്രി മമതാ ബാനർജി ഇല്ല. അതിനെ അവരൊരു നാടകമാക്കും, അവിടെ ഡാൻസ് കളിച്ച് അതൊരു സിറ്റുവേഷൻ ആക്കി വോട്ട് പിടിക്കാൻ നോക്കുകയാണ് ജനം. ഇവിടെയും അതൊരു ഗുരുതരമായ തെറ്റ് തന്നെയാണല്ലേ? തീർച്ചയായിട്ടും. പ്രധാനമന്ത്രിയുടെ ഫംഗ്ഷൻ മുഖ്യമന്ത്രി വരാതിരിക്കുന്നത് ഒരു അഭംഗിയാണ്. എയർപോർട്ടിൽ എത്തിയിട്ടില്ല, എയർപോർട്ടിൽ എത്തില്ല, ചീഫ് സെക്രട്ടറി മാത്രമേ. അതെ. അപ്പൊ ഇത് ഇലക്ഷന്റെ മുന്നോടിയായിട്ടുള്ള നാടകങ്ങളാണ്. ഇത് ഇത്തരം നാടകങ്ങൾ കളിക്കുമ്പോൾ അത് വോട്ടായി മാറുമെന്നാണ് പൊതുവെ പണ്ടൊക്കെ കണ്ടിരുന്ന രീതി. പക്ഷെ ഇപ്പം അങ്ങനെ മാറിയിരിക്കുന്നു. ഇപ്പം മുസ്ലിങ്ങൾ എൻ ബ്ലോക്കായിട്ട് ഇടതു മുന്നണിയിൽ നിന്നും മാറി വലതു മുന്നണിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കും എന്നുള്ളത് നമുക്ക് കണ്ടാൽ അറിയാമല്ലോ. പിക്ചർ നമുക്ക് ക്ലിയർ അല്ലേ? ഇനിയിപ്പോൾ അതിനകത്ത് കൂടുതൽ ആലോചിക്കേണ്ട കാര്യമില്ല. അതിനകത്ത് വലിയ രീതിയിൽ വോട്ട് മാറിയിരിക്കുന്നു. അപ്പോൾ ഇപ്പോൾ 80-58 എന്നുള്ളത് നിൽക്കുന്നു. അതിൽ പോലും ചില നമ്മളന്ന് പറഞ്ഞ 28 മണ്ഡലങ്ങളിൽ നിർണായകമാണ്. ആ 28 മണ്ഡലങ്ങളിൽ 1000-ന് താഴെ വോട്ടുകളുള്ളിടത്ത് വോട്ട് കൂടുതൽ കിട്ടണമെങ്കിൽ മുസ്ലിം വോട്ടുകൾ പ്രധാനമാണ്, ക്രിസ്ത്യൻ വോട്ടുകൾ പ്രധാനമാണ്. ആ വോട്ടുകൾക്കായിട്ട് നരേന്ദ്രമോദിയെ കല്ലെറിയുക എന്നുള്ളതാണ് ഏറ്റവും എളുപ്പമുള്ള മാർഗം. പിന്നെ കുറച്ച് നെതന്യാഹുവിനെയും കൂടെ ഏതെങ്കിലും ഒരു വിഷയത്തിൽ പിടിച്ചിട്ട് കല്ലെറിഞ്ഞാൽ നന്നായിരിക്കും, കുറച്ചുകൂടെ വോട്ടും കിട്ടുമെന്ന് വിചാരിക്കാം. പക്ഷെ അത് പാടാണ്. ഏണിയും കോണിയും കൈപ്പത്തിയും ഒക്കെ ആയിട്ട് അവർ താതാത്മ്യം പ്രാപിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ഇനി 30 ദിവസം കൊണ്ട് അത് മാറ്റിമറിക്കാൻ പാടായിരിക്കും എന്നുള്ളതാണ്. മറ്റൊരു കുഴപ്പം കൂടെ ഉണ്ട്. ഇടതുമുന്നണിയിലെ ചില ഹിന്ദു വോട്ടുകൾ ആടിയാടി നിൽപ്പുണ്ട്. അത് BJPയിലേക്ക് പോകാതിരിക്കാൻ കൂടെ, ഇത് കാരണമായി പോകാതിരിക്കാൻ കൂടെ നോക്കുന്നത് നന്നായിരിക്കും. ഇല്ലെങ്കിൽ BJPക്ക് കുറച്ചുകൂടെ ചാൻസ് കിട്ടും. ഇപ്പോൾ BJPക്ക് ഒരു ദുഷ്പേരുണ്ട്, ഇവരിവിടെ ഇടതുമുന്നണിയുമായിട്ട് ചില അഡ്ജസ്റ്റ്മെന്റുകൾ നടത്തുന്നു എന്നുള്ളൊരു ദുഷ്പേരുണ്ട്. അത് മാറ്റി കളിക്കാനും കൂടെ ഒരു അവസരമായി കിട്ടും. അമിത്ഷായ്ക്കും നരേന്ദ്രമോദിക്കും തീർച്ചയായിട്ടും ഇവിടെ വന്ന് CPM-നെതിരെയും അതുപോലെ
രാജീവ് ചന്ദ്രശേഖർക്കും CPM-നെതിരെയും ബഹളം വയ്ക്കാനുള്ള ഒരു അവസരവും കിട്ടും. അപ്പോൾ പല മണ്ഡലങ്ങളിലും പ്രതീക്ഷിക്കാത്തത്ര ത്രികോണ മത്സരം ഉണ്ടാവാൻ സാധ്യത വരും. അങ്ങനെ ത്രികോണ മത്സരങ്ങൾ വന്നാൽ ചില സ്ഥലങ്ങളിൽ BJP ഒന്നാം സ്ഥാനത്തെത്തുന്നത് ഒരു 10ഓളം സീറ്റുകളിൽ എത്താൻ സാധ്യതയുണ്ട്. നമ്മുടെ 2020 ഒക്കെ വരുമ്പോൾ അതിന് പുറമെ 10-15 മണ്ഡലങ്ങളിൽ BJP രണ്ടാം സ്ഥാനത്ത് വന്നുകൂടായികയില്ല എന്നൊരവസരമുണ്ട്. BJP രണ്ടാം സ്ഥാനത്ത് വരുന്നിടത്ത് CPM മൂന്നാമത് പോകുമോ കോൺഗ്രസ് മൂന്നാമത് പോകുമോ എന്നുള്ളൊരു പ്രശ്നം കൂടെ ഇപ്പോൾ വരാൻ പോവുകയാണ്. അവിടെ കൂടുതൽ CPM ആണ് മൂന്നാം സ്ഥാനത്ത് പോകുന്നതെങ്കിൽ അത് LDFന് 100-ന് അടുപ്പിച്ച് എന്നുള്ള നയത്തിലേക്ക് പോകാൻ എളുപ്പമാകും. അതാണ് വരാൻ ഇരിക്കുന്ന വിപത്ത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.